ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ജന്തു ഏതാണെന്ന ചോദ്യത്തിന് രണ്ടാമതൊന്നും ആലോചിക്കാതെ ഉത്തരം പറയാം. മനുഷ്യൻ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും ക്രൂരനായ ജന്തു. ഹിംസ്ര മൃഗങ്ങൾ പോലും വിശക്കുമ്പോൾ മാത്രമാണ് മറ്റുള്ള മൃഗങ്ങളെ ആക്രമിക്കുന്നത്. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല. പൊന്നിനും പെണ്ണിനും മണ്ണിനും എന്തിന് സ്വന്തം സന്തോഷത്തിനു വേണ്ടി പോലും മനുഷ്യൻ സഹജീവികളെ കൊല്ലും, അതും അതിക്രൂരമായി. രാജ്യത്ത് നടന്ന കസ്റ്റഡി മരണങ്ങൾ മാത്രം എടുത്തു പരിശോധിച്ചാൽ നമുക്ക് തോന്നും എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രയേറെ ക്രൂരനാകാൻ കഴിയുന്നത് എന്ന്. കക്കയം ക്യാമ്പിലെ രാജൻ, പാലക്കാട്ടെ സമ്പത്ത്, നെടുങ്കണ്ടത്തെ രാജ്കുമാർ, വാരപ്പുഴയിലെ ശ്രീജിത്ത്, തിരുവനന്തപുരത്തെ ഉദയകുമാർ, ലോക്കപ്പിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞുതീർന്ന ഭാഗ്യം കെട്ട മനുഷ്യരുടെ പട്ടിക ഇങ്ങനെ നീണ്ടുപോകുന്നു. 5 കൊല്ലം മുൻപ് തമിഴ്നാട്ടിൽ നടന്നൊരു സംഭവമാണിത്. 2020 ജൂൺ 19, സമയം രാത്രി 7:30 കോവിഡ് പിടിമുറുക്കിയതിനാൽ ലോക്ക്ഡൗൺ നിയന്ത്രണം ഉണ്ടായിരുന്ന കാലമായിരുന്നു അത്. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ സാത്താൻകുളം എന്ന ചെറിയ പട്ടണം. കാമരാജൻ ചൗക്കിലെ തൻ്റെ മരപ്പണിശാലയിൽ എന്തോ പണിയിലായിരുന്നു മരപ്പണിക്കാരനായ ജയരാജൻ. ആ സമയം വർക്ക്ഷോപ്പിന് മുന്നിലേക്ക് ഒരു പോലീസ് വാഹനം വന്നു നിന്നു. വണ്ടിയിൽ നിന്ന് സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണനും ഇൻസ്പെക്ടർ ശ്രീധറും കോൺസ്റ്റബിൾ മുത്തുരാജയും ചാടിയിറങ്ങി. ലോക്ക്ഡൗൺ സമയത്ത് അനുവദിച്ചിരുന്ന സമയത്തേക്കാൾ 15 മിനിറ്റോളം താമസിച്ചിരുന്നു. അപ്പോൾ സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ ജയരാജനുമായി വാക്കേറ്റത്തിലായി. ആദ്യം മയത്തിൽ മറുപടി നൽകിയ ജയരാജന്റെ നിയന്ത്രണം വിട്ടു. തർക്കം രൂക്ഷമായി. പോലീസുകാർ അയാളെ വലിച്ചിഴച്ച് വാഹനത്തിൽ കയറ്റി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. തൻ്റെ അച്ഛനെ പോലീസുകാർ വലിച്ചിഴച്ച് വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോയ കാര്യം ജയരാജന്റെ മകൻ ബെന്നിക്സിനെ ആരും അറിയിച്ചു. ടൗണിൽ തന്നെ മൊബൈൽ ഷോപ്പ് നടത്തുകയായിരുന്നു ബെന്നിക്സ്. വിവരം അറിഞ്ഞപാടെ ബെന്നിക്സ് ഒരു കൂട്ടുകാരനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. പാറാവുകാരനോട് അയാൾ കാര്യം പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ബെന്നിക്സിനെ അകത്തേക്ക് വിളിപ്പിച്ചു. ബെന്നിക്സ് അകത്തേക്ക് കയറുമ്പോൾ കണ്ട കാഴ്ച സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണൻ തൻ്റെ അച്ഛനെ ചവിട്ടി നിലത്തേക്കിടുന്നതാണ്. ഒരു മകനും ഈ കാഴ്ച കണ്ടു നിൽക്കാൻ കഴിയില്ല. ആരായാലും പ്രതികരിച്ചു പോകും. നിലത്തു വീണ ജയരാജനെ ചവിട്ടാനാഞ്ഞ SI ബാലകൃഷ്ണനെ ബെന്നിക്സ് തടഞ്ഞു. ഇതിഷ്ടപ്പെടാത്ത ബാലകൃഷ്ണനും കോൺസ്റ്റബിൾ മുത്തുരാജയും ബെന്നിക്സിന്റെ നേരെ തിരിഞ്ഞു. രണ്ടുപേരും ചേർന്ന് ആ ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചു. ഇതിനിടെ വിവരമറിഞ്ഞ് ചില നാട്ടുകാരും വ്യാപാരികളുമൊക്കെ സ്റ്റേഷന് മുന്നിലെത്തിയിരുന്നു. വേണ്ടിവന്നാൽ ജാമ്യത്തിലിറക്കാനായി ചില അഭിഭാഷകരെയും ബെന്നിക്സിന്റെ സുഹൃത്തുക്കൾ കൊണ്ടുവന്നിരുന്നു. പോലീസിനെതിരെ ശബ്ദിക്കാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യമുണ്ടായി എന്നുള്ള ഉച്ചത്തിലുള്ള ആക്രോശം പുറത്തുനിന്നവർ കേട്ടു. പോലീസ് സ്റ്റേഷന്റെ മുൻവാതിൽ അകത്തുനിന്ന് പൂട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിളി കേട്ടിട്ടും ആർക്കും അകത്തേക്ക് കയറാനും കഴിഞ്ഞില്ല. രാത്രി 9:30 മറ്റൊരു സബ് ഇൻസ്പെക്ടർ രഘു ഗണേഷ് സ്റ്റേഷനിലെത്തി. അയാൾ അകത്തേക്ക് പോയതോടെ പുറത്തു നിന്നവർക്ക് കുറച്ച് ആശ്വാസം തോന്നി. സബ് ഇൻസ്പെക്ടർക്കും പോലീസുകാർക്കും എന്തെങ്കിലും അമർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ രഘു ഗണേഷ് അത് പരിഹരിച്ചു കൊള്ളുമെന്നായിരുന്നു പുറത്തു നിന്നിരുന്ന ബെന്നിക്സിന്റെ ജയരാജന്റെയും സുഹൃത്തുക്കളുടെ ധാരണ. എന്നാൽ സർക്കിൾ ഇൻസ്പെക്ടർ അകത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ജയരാജന്റെയും മകന്റെയും ദയനീയമായ നിലവിളികളും പോലീസുകാരുടെ ആക്രോശവും ഉച്ചത്തിലായി. അതേസമയം സ്റ്റേഷനുള്ളിൽ അച്ഛൻ്റെയും മകന്റെയും ശരീരത്തിൽ നരാധമന്മാരായ കുറെ പോലീസുകാരുടെ താണ്ഡവം നടക്കുകയായിരുന്നു. ജയരാജന്റെയും ബെന്നിക്സിന്റെയും വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി. പിന്നെ അവരുടെ മലദ്വാരത്തിലൂടെ കമ്പിയും ലാത്തിയും കുത്തിക്കയറ്റി. ഇരകളുടെ ദയനീയമായ അപേക്ഷയും കരച്ചിലുമൊന്നും ആ ദുഷ്ടന്മാരുടെ കരളലിയിച്ചില്ല. അവരുടെ ശരീരങ്ങൾ ചോരയിൽ കുളിച്ചു. മൃതപ്രായരായി ആ അച്ഛനും മകനും ലോക്കപ്പിനുള്ളിലെ തണുത്ത സിമന്റ് തറയിൽ കിടന്നു. പിറ്റേന്ന് രാവിലെ ജൂൺ 20 വൈദ്യപരിശോധനയ്ക്കായി അവശരായ ഇരുവരെയും കോവിൽപ്പെട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മലദ്വാരത്തിൽ കമ്പി കുത്തിക്കയറ്റിയുണ്ടായ അമിത രക്തസ്രാവം മൂലം 6 ലുങ്കികൾ മാറേണ്ടി വന്നു. എന്നാൽ കോവിൽപ്പെട്ടി ആശുപത്രിയിലെ ഡോക്ടർ വെണ്ണില ഇരുവർക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി. അതോടെ അവിടെ നിന്ന് ഇവരെ കൊണ്ടുപോയത് സാത്താൻകുളം മജിസ്ട്രേറ്റ് D ശരവണന്റെ വസതിയിലേക്കാണ്. തൻ്റെ മുന്നിൽ ഹാജരാക്കിയവരുടെ ശാരീരികാവസ്ഥ പരിശോധിക്കുകയോ അവരുടെ ഭാഗം കേൾക്കുകയോ ചെയ്യാതെ വീടിന്റെ ബാൽക്കണിയിൽ വന്നു നിന്ന് മജിസ്ട്രേറ്റ് അവരെ റിമാൻഡ് ചെയ്തു. സാത്താൻകുളത്തിനടുത്ത് പേരൂണിയിൽ ഒരു ജില്ലാ ജയിൽ ഉണ്ടെന്നിരിക്കെ അവരെ 100 കിലോമീറ്റർ അകലെയുള്ള കോവിൽപ്പെട്ടി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. അഭിഭാഷകർ കാണാനെത്തിയെങ്കിലും അന്ന് വൈകുന്നേരം വരെ അവരെ കാണിക്കാൻ പോലീസ് തയ്യാറായില്ല. ജയിലിൽ എത്തിച്ച ബെന്നിക്സിന് ശാരീരിക അസ്വസ്ഥതകളും രക്തസ്രാവവും വർദ്ധിച്ചു. അതോടെ ജയിൽ അധികൃതർ അയാളെ കോവിൽപ്പെട്ടി സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പിറ്റേന്ന് രാത്രി 9 മണിയോടെ കനത്ത ആന്തരിക രക്തസ്രാവം മൂലം അയാൾ മരണത്തിനു കീഴടങ്ങി. അന്നേ ദിവസം രാത്രി 10:30 ജയരാജനെയും ജയിൽ അധികൃതർ കോവിൽപ്പെട്ടി ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ പുലർച്ചെ 4:30 അയാൾ മരണപ്പെട്ടു. നിർഭാഗ്യവാന്മാരായ ആ അച്ഛനും മകനും തണുത്തു വിറങ്ങലിച്ച 2 ശവശരീരങ്ങളായി ആ സർക്കാർ ആശുപത്രിയുടെ 2 കോണുകളിൽ കിടന്നു. നേരം പുലർന്നതോടെ ജയരാജന്റെയും മകന്റെയും മരണവാർത്ത പുറം ലോകമറിഞ്ഞു.
രൂക്ഷമായ പ്രതിഷേധമുണ്ടായി. വ്യാപാരികളും പൊതുജനങ്ങളും കോവിഡ് പ്രോട്ടോകോൾ മറന്ന് തെരുവിലിറങ്ങി. തമിഴ്നാട്ടിലെങ്ങും പ്രതിഷേധം അലയടിച്ചു. വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്തു. മാധ്യമ വാർത്തയും പൊതുജനങ്ങളുടെ പ്രതിഷേധവും കാരണം ജൂൺ 24-ന് സർക്കിൾ ഇൻസ്പെക്ടർ രഘു ഗണേഷിനെയും സബ് ഇൻസ്പെക്ടർ ബാലകൃഷ്ണനെയും കോൺസ്റ്റബിൾ മുത്തുരാജയെയും തമിഴ്നാട് ആഭ്യന്തര വകുപ്പ് സസ്പെൻഡ് ചെയ്തു. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ എല്ലാ പോലീസുകാരെയും പലയിടങ്ങളിലേക്കായി സ്ഥലം മാറ്റുകയും ചെയ്തു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച് കട തുറന്ന് പ്രവർത്തിച്ച ഇവർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തങ്ങളെ അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു എന്നായിരുന്നു പോലീസുകാരുടെ വാദം. പക്ഷേ ഇതുകൊണ്ടൊന്നും ജനരോഷം ഇല്ലാതായില്ല. ഒടുവിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സ്വമേധയാ കേസെടുക്കുകയും ജസ്റ്റിസുമാരായ PN പ്രകാശ്, V പുകളേന്തി എന്നിവരടങ്ങിയ ബെഞ്ച് തൂത്തുക്കുടി SP-യെ കോടതിയിൽ വിളിച്ചു വരുത്തുകയും ചെയ്തു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി SP-ക്ക് നിർദ്ദേശം നൽകി. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ 3 വിദഗ്ധരടങ്ങിയ ഒരു പാനൽ പോസ്റ്റ്മോർട്ടം വീഡിയോയിൽ പകർത്തണമെന്നും കോടതി ഉത്തരവിട്ടു. പോസ്റ്റ്മോർട്ടത്തിന്റെയും ഇൻക്വസ്റ്റിന്റെയും റിപ്പോർട്ടുകൾ പോലീസ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. സ്വമേധയാ കേസെടുത്ത തമിഴ്നാട് മനുഷ്യാവകാശ കമ്മീഷൻ ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. ക്രിക്കറ്റ് താരം ശിഖർ ധവാൻ, ഗായിക സുചിത്ര, ചലച്ചിത്ര പ്രവർത്തകരായ JM രവി, കാർത്തിക് സുബരാജ്, സൂര്യ, സിദ്ധാർത്ഥ്, ഖുശ്ബു, ഹരി, പ്രിയങ്ക ചോപ്ര എന്നിവരൊക്കെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ കൊടും ക്രൂരതയ്ക്കെതിരെ പ്രതികരിച്ചു. 2020 ജൂൺ 26-ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ട്വീറ്റ് ചെയ്ത വിഷയവും ഇതായിരുന്നു. സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ ജിഗ്നേഷ് മേവാനി, ഇന്ത്യയിൽ ജോർജ് ഫ്ലോയിഡുമാർ വളരെ കൂടുതലാണ് എന്നാണ് പ്രതികരിച്ചത്. സംവിധായകൻ ഹരി തൻ്റെ 5 സിനിമകളിൽ പോലീസുകാരെ മഹത്വവൽക്കരിച്ചതിന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി. ജൂൺ 28-ന് കേസിന്റെ അന്വേഷണം CBIക്ക് വിടാൻ അന്നത്തെ മുഖ്യമന്ത്രി എടപ്പാടി K പളനിസ്വാമി ഉത്തരവിട്ടു. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ മഹാരാജൻ നടപടിക്രമങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ചപ്പോഴും മറ്റും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് D കുമാറിന്റെയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് C പ്രതാപന്റെയും സാന്നിധ്യത്തിൽ തന്നോട് മോശമായി പെരുമാറിയെന്ന് മജിസ്ട്രേറ്റ് MS ഭാരതീദാസൻ മദ്രാസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകി. നിങ്ങൾക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പ്രതാപനും കുമാറും മജിസ്ട്രേറ്റിനെ വെല്ലുവിളിച്ചു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് പോലീസുകാർക്കെതിരെ നടപടിയെടുക്കാൻ ദക്ഷിണ മേഖല പോലീസ് മേധാവിയോട് ഉത്തരവിടുകയും ചെയ്തു. മഹാരാജനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അഡീഷണൽ പോലീസ് സൂപ്രണ്ടിനെതിരെയും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ടിനെതിരെയും നടപടിയുണ്ടായി. കേസിന്റെ അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ കണ്ടെത്താനായി സാത്താൻകുളം പോലീസ് സ്റ്റേഷനിൽ റവന്യൂ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും സ്റ്റേഷന്റെ നിയന്ത്രണം റവന്യൂ വകുപ്പ് ഏറ്റെടുക്കാനും തൂത്തുക്കുടി ജില്ലാ കളക്ടർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷന്റെ നിയന്ത്രണം ആദ്യമായി കോടതി നിർദ്ദേശമനുസരിച്ച് റവന്യൂ വകുപ്പ് ഏറ്റെടുത്തത് സാത്താൻകുളത്തേതായിരുന്നു. ഏറെ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ കേസിന്റെ അന്വേഷണം CBIക്ക് വിട്ടതോടെ പ്രശ്നങ്ങൾ അവസാനിച്ചു എന്നായിരുന്നു അണ്ണാ DMK സർക്കാർ കരുതിയത്. എന്നാൽ കോടതി വിട്ടില്ല. CBI വരുന്നതുവരെ സംസ്ഥാന സർക്കാരിന് കീഴിലെ CBCID കേസ് അന്വേഷിക്കണമെന്ന് കോടതി ഉത്തരവിട്ടു. കേസ് അന്വേഷിക്കുമ്പോൾ കൊല്ലപ്പെട്ടവരുടെ ദയനീയമായ മുഖങ്ങളും അവരനുഭവിച്ച കൊടിയ പീഡനങ്ങളും മനസ്സിലുണ്ടാകണമെന്ന് CBCID DSP അനിൽകുമാറിനോട് കോടതി ആവശ്യപ്പെട്ടു. പിറ്റേ ദിവസം തന്നെ കേസിലെ പ്രധാന പ്രതികളായ സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധർ, SI-മാരായ ബാലകൃഷ്ണൻ, രഘു ഗണേഷ്, കോൺസ്റ്റബിൾമാരായ മുരുകൻ, പോൾ ദുരൈ എന്നിവരടക്കം 9 പേരെ വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് ചെയ്തു. കടയടപ്പിക്കാൻ പോയപ്പോൾ കയ്യേറ്റം ചെയ്തെന്ന് കള്ളപ്പരാതി നൽകിയ കോൺസ്റ്റബിൾ മുത്തുരാജിനെയും പിന്നീട് അറസ്റ്റ് ചെയ്തു. ഇവരെ അറസ്റ്റ് ചെയ്യാൻ കാരണമായത് സംഭവം നടക്കുന്ന സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന രേവതി എന്ന വനിതാ പോലീസുകാരിയുടെ മൊഴിയാണ്. ക്രൂരമായ മർദ്ദനം താൻ നേരിട്ട് കണ്ടെന്നും ചോര വാർന്നൊഴുകിയതുകൊണ്ട് 4 തവണ ലുങ്കി മാറ്റേണ്ടി വന്നെന്നും രേവതി ധൈര്യത്തോടെ മൊഴി നൽകി. രേവതിയുടെ ഈ മൊഴി ആ നരാധമന്മാരെ കുടുക്കി. രേവതിയെ പ്രതികൾ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ മദ്രാസ് ഹൈക്കോടതി അവർക്ക് സുരക്ഷ നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ഉത്തരവിട്ടു. മൊഴി നൽകിയതിനു ശേഷം പ്രതികളുമായി ബന്ധപ്പെട്ടവരുടെ ഭീഷണി നേരിട്ട രേവതി 1 മാസം അവധിയെടുത്ത് വീട്ടിലിരുന്നു. പിന്നീട് കേസന്വേഷണം CBI ഏറ്റെടുത്തു. 2020 ജൂലൈ 7-ന് കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട 2 കേസുകൾ CBI രജിസ്റ്റർ ചെയ്ത അന്വേഷണം തുടങ്ങി. CBCID അറസ്റ്റ് ചെയ്ത 10 പേരുടെയും അറസ്റ്റ് CBI വീണ്ടും രേഖപ്പെടുത്തി. ജയരാജനെയും ബെന്നിക്സിനെയും അതിക്രൂരമായാണ് പോലീസ് പീഡിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസ് സ്റ്റേഷനിൽ നടത്തിയ പരിശോധനയിൽ ലഭിച്ചെന്നും 2 പേരെയും പീഡിപ്പിക്കാനായി ഉപയോഗിച്ച ലാത്തിയിലെ രക്തവും സ്റ്റേഷന്റെ ഭിത്തിയിലെ രക്തക്കറയും ഒന്നു തന്നെയാണെന്നും ഡൽഹി CFSL നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരുന്നു. കുറ്റപത്രത്തിൽ പ്രതികളായ സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്.
കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും CBIയുടെ ഒരു സംഘം മധുരയിൽ ക്യാമ്പ് ചെയ്ത് അന്വേഷണം നടത്തി. ഒടുവിൽ സാത്താൻകുളം സർക്കിൾ ഇൻസ്പെക്ടർ, 3 സബ് ഇൻസ്പെക്ടർമാർ, 4 കോൺസ്റ്റബിൾമാർ, 2 ഹെഡ് കോൺസ്റ്റബിൾമാർ എന്നിവരെ CBI അറസ്റ്റ് ചെയ്തു. കേസിലെ ഒരു പ്രതിയായ ഹെഡ് കോൺസ്റ്റബിൾ പോൾ ദുരൈ മധുര സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്നതിനിടയിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടു. 2020 സെപ്റ്റംബർ 26-ന് CBI കുറ്റപത്രം സമർപ്പിച്ചു. കേസിൽ കോടതിയുടെ അന്തിമ വിധി ഇതുവരെയും വന്നിട്ടില്ല. പ്രതികളായ പോലീസുകാർക്കെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടായിട്ടില്ല. കോടതിയുടെ അന്തിമ വിധി വരട്ടെ എന്നാണ് ആഭ്യന്തര വകുപ്പിന്റെ ന്യായം. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി തമിഴ്നാട് സർക്കാർ തങ്ങളുടെ കടമ തീർത്തു. കേസ് ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. വൈകി ലഭിക്കുന്ന നീതി നിഷേധിക്കുന്നതിന് തുല്യമാണെന്ന് എന്നാണ് അധികാരി വർഗം തിരിച്ചറിയുന്നത്. അധികാരവും പണവുമില്ലാത്ത രാജ്യത്തെ സാധാരണക്കാരന് വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ നിയമവ്യവസ്ഥയും ലോക്കപ്പും ഉരുട്ടിക്കൊലയും അറസ്റ്റും തടവ് ശിക്ഷയുമൊക്കെ. സമ്പന്നരും സ്വാധീനമുള്ളവരുമായ എത്ര പേർ രാജ്യത്ത് ശിക്ഷിക്കപ്പെടുന്നു എന്നു കരുതി അവരൊക്കെ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുകയാണെന്നാണോ? ഈ വ്യവസ്ഥിതിക്ക് ഒരിക്കലും മാറ്റം വരില്ല. കാരണം ഈ വ്യവസ്ഥിതിയൊക്കെ സൃഷ്ടിക്കുന്നത് ഇതേ അധികാരി വർഗം തന്നെയാണ്.